മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഈ ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ മലയാളത്തെ അടയാളപ്പെടുത്തിയ ചുരുക്കം ചില സംവിധായകർ അവരിൽ ഒരാൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തെയാണ് നഷ്ടമായിട്ടുള്ളത്. പിറവിയിൽ മകനെ കാത്തിരിക്കുന്ന അച്ഛൻ പ്രേംജിയുടെ ആ മുഖമൊക്കെ നമുക്കിപ്പോൾ ഓർമ്മ വരികയാണ്. വാനപ്രസ്ഥത്തിലെ മോഹൻലാലിൻ്റെ ഏറ്റവും ഉന്നതിയിലുള്ള അത്യുന്നതിയിലുള്ള അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കടത്തിവിട്ടത്. കുട്ടിശ്രാങ്കിലെ മമ്മൂട്ടി. ഇതുപോലെ എത്രയെത്ര കഥാപാത്രങ്ങളാണ്, എത്രയെത്ര സിനിമ സംവിധാനത്തിൻ്റെ ഏറ്റവും അതിമനോഹരമായ മുഹൂർത്തങ്ങൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സിനിമാ ലോകത്തിന് മാത്രമല്ല, സിനിമാ പ്രേമികൾക്ക് മാത്രമല്ല, കേരളത്തിലെ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ എല്ലാവർക്കും ഷാജി എൻ കരുൺ എന്ന പ്രതിഭ വിടവാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഞെട്ടലാണ്. ഇപ്പോൾ അജീഷ് പറഞ്ഞതുപോലെ അദ്ദേഹം കുറേ കാലങ്ങളായി ചികിത്സയിലായിരുന്നു എന്ന് പറയുമ്പോഴും അതൊരു പക്ഷേ എല്ലാവർക്കും അറിഞ്ഞിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ കാണുമ്പോഴെല്ലാം തന്നെ ഊർജ്ജസ്വലനായി തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി അങ്ങനെ നേരിൽ കാണുന്നവർക്ക് തോന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്ത എത്തുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത ഞെട്ടലും ദുഃഖവും ഉളവാക്കുന്ന വാർത്ത തന്നെയാണ്. അന്ത്യമുണ്ടായത് വെള്ളയമ്പലത്തെ വസതിയിൽ ആണ്. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളെല്ലാം, ഈ ചടങ്ങുകൾ സിനിമാ ലോകത്തിന് വലിയ നഷ്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേർ അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ, ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാനൊക്കെ ആയിട്ട് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ കുടുംബാംഗങ്ങളുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു അജീഷ്. അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? അസ്മിത, അത്തരം കാര്യങ്ങളൊക്കെ കുടുംബാംഗങ്ങളൊക്കെ വൈകാതെ തീരുമാനിക്കും. എന്തായാലും അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് മൃതദേഹം എന്തായാലും പൊതുദർശനത്തിനൊക്കെ അടക്കം കൊണ്ടുപോകേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ സാംസ്കാരിക പ്രവർത്തകരും സർക്കാർ പ്രതിനിധികളടക്കമുള്ളവർ ചേർന്ന് പിന്നീടായിരിക്കും തീരുമാനിക്കും. എന്തായാലും വൈകിട്ട് 5 മണിക്ക്, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സ്ഥിരീകരിക്കുന്നത്. ഏറെ കാലമായി തന്നെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അദ്ദേഹം KSFDCയുടെ ചെയർമാനായിരുന്ന ഈ കാലഘട്ടത്തിൽ, ഈ കാലയളവിലൊക്കെ തന്നെ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. കീമോയൊക്കെ ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ചില ദിവസങ്ങളിൽ, പിറ്റേ ദിവസം വളരെ ക്ഷീണിതനായി പൊതുപരിപാടികളിൽ കാണുമ്പോൾ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരൊക്കെ ചോദിക്കുമായിരുന്നു എന്തിനാണ് ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ വന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഈ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ, സജീവമായി നിൽക്കാനൊക്കെ വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് ഈ വൈകിയ കാലഘട്ടത്തിൽ, അതായത് ചികിത്സയുടെ ക്ഷീണമുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഈ പൊതുപരിപാടികളിൽ, പ്രത്യേകിച്ച് സിനിമയെ ബന്ധപ്പെട്ട പൊതുപരിപാടികളിലൊക്കെ സജീവമായി നിന്നത്. ഈ അടുത്ത കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഡിസംബറിൽ നടന്ന ചലച്ചിത്ര ഉത്സവത്തിൽ പോലും അദ്ദേഹം സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു. സംഘാടകരിൽ മുഖ്യ റോള് വഹിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. തൊട്ടടുത്ത് നടന്ന സാംസ്കാരിക സിനിമാ മേഖലയിലെ അവാർഡ് വിതരണത്തിലടക്കം അദ്ദേഹത്തെ അവസാനമായി കണ്ടിരുന്നു. അദ്ദേഹമൊക്കെ മുഖ്യ പങ്ക് വഹിച്ചതും റോള് വഹിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു. അങ്ങനെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ മുഴുവൻ സമയവും മുഴുകി നിന്ന ഒരു മനുഷ്യനാണ് ഷാജി എൻ കരുൺ. 73 വയസ്സാണ്. അദ്ദേഹം കുറേ കാലങ്ങളായി തന്നെ ക്യാൻസർ ബാധിതനായി ചികിത്സയിലായിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ, വളരെ ചുരുക്കം സിനിമകൾ മാത്രം ഈ സംവിധാനം ചെയ്തിട്ടുള്ളെങ്കിൽ പോലും ആ സിനിമകളൊക്കെ തന്നെ എണ്ണം പറഞ്ഞ സിനിമകളായിരുന്നു. ഒക്കെ തന്നെ നമുക്ക് അഭിമാനമായി ഉയർത്തിക്കാണിക്കാവുന്ന, മലയാളി എന്ന നിലയിൽ നമുക്ക് ഉയർത്തിക്കാണിക്കാവുന്ന ചിത്രങ്ങളായിരുന്നു. ആദ്യ ചിത്രം 1988 പുറത്തിറങ്ങിയ പിറവി. ആ പിറവി എന്ന ചിത്രം തന്നെ മതി അദ്ദേഹത്തിന് ഒരു ക്രാഫ്റ്റ്സ്മാനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ. കാരണം 71 ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ ചലച്ചിത്ര മേളകളിൽ പ്രദർശിക്കപ്പെട്ട ഒരു ചിത്രം കൂടിയാണ് പിറവി. ആ ചിത്രത്തിന് നേടിയ അംഗീകാരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. കാരണം 31 പുരസ്കാരങ്ങളാണ് പല രാജ്യങ്ങളിൽ നിന്നടക്കം അദ്ദേഹത്തെ തേടിയെത്തിയ. സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അടയാളപ്പെടുത്തിയ ചിത്രം കൂടിയാണ് പിറവി. അതിനു മുമ്പ് അദ്ദേഹം ഈ ഛായാഗ്രഹനായിട്ടായിരുന്നു സിനിമയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. അരവിന്ദൻ്റെ ഒട്ടനവധി സിനിമകളിലൊക്കെ തന്നെ ഛായാഗ്രഹം ചെയ്തത് ഷാജി എൻ കരുണായിരുന്നു. ആ ചിത്രങ്ങളിലൊക്കെ തന്നെ, അതായത് കേരളത്തിൻ്റെ പച്ചയായ ജീവിതങ്ങളൊക്കെ ഒപ്പിയെടുത്ത ഒരു ഛായാഗ്രഹൻ ആയിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് കടന്നു വന്നത്. പിന്നീടാണ് അദ്ദേഹം സിനിമയുടെ സംവിധായക റോളിലേക്ക് കടന്നു വന്നത്. നേരത്തെ, അതായത് പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു അദ്ദേഹം ചലച്ചിത്രം പഠിക്കാനായി പോയത്. അവിടെ പഠിച്ചിറങ്ങിയതിന് ശേഷം വർഷങ്ങളായി ഈ ക്യാമറയ്ക്ക് പിന്നിൽ ജോലിയെടുത്തു. അതിനുശേഷമാണ് ഈ ക്യാമറ ചലിപ്പിച്ച്, അതായത് സംവിധായക റോളിലേക്ക് എത്തുന്നത്. പിന്നീട് മലയാളം കണ്ട് രാജ്യത്തിന് തന്നെ അഭിമാനിക്കാവുന്ന ഒട്ടനവധി സിനിമകൾക്ക് അദ്ദേഹം പിറവി നൽകി. പിറവി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയുടെ. പിന്നീട് സ്വമ്മും കുട്ടിശ്രാങ്കും പോലുള്ള സിനിമകൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. പിന്നീട് ഏറെക്കാലമായി KSFDCയുടെ ചെയർമാനായി ആ റോളും വഹിച്ചു വരികയായിരുന്നു. അതും ഭംഗിയായി ആ റോളും നിർവഹിച്ചു വരുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളെ തേടിയെത്തുന്നത്. എന്തായാലും മലയാളികൾക്ക്, മലയാള സിനിമയ്ക്ക്, ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഏറെ നഷ്ടം സംഭവിച്ച ഒരു ദിവസമാണ് ഇന്ന്. ഷാജി എൻ കരുൺ, 73 വയസ്സ്, കൊല്ലം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. പിന്നീട് അദ്ദേഹം ഈ KSFDCയുടെ ചെയർമാൻ ആയതിനു ശേഷമാണ് തിരുവനന്തപുരത്തേക്ക് പിന്നീട് റോള് മാറ്റിയത്.
ചെയ്ത് പിന്നീട് വർഷങ്ങളായി തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്ന അദ്ദേഹത്തെ നമുക്ക് നഷ്ടമായി. എന്തായാലും മലയാളം സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും തന്നെ വലിയ നഷ്ടമാണ് ഷാജി എൻ കരുൺ എന്ന സംവിധായകൻ്റെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നത്.